നോക്കുന്നതായിട്ട് സഹോദരനായിട്ട് ഒരു 10-30 വർഷത്തിന് മേലെ പരിചയമുണ്ട്. ഞങ്ങളൊരു ഡിവോഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. ശരിയായി കൂടുതൽ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ചൂടായ സമയം അത് അപ്പോ ഗിറ്റാറുമായിട്ട് ഞാൻ പാട്ട് പാടാനും ഒക്കെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു 30 വർഷത്തിന് മേലെ. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യത്തിലുള്ള വന്ദനം ഞാൻ രേഖപ്പെടുത്തും. ഞാൻ ഫോർമലായിട്ട് ബൈബിൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലായിടത്തും ചെല്ലുമ്പോൾ ചോദിക്കും, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? അവിടെ സഭയിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവിടെ ഉള്ള അറിയാവുന്ന ആളുകളാണ്. അവര് സംസാരിക്കുമ്പോൾ അതിന്റെ നോട്ട് കൊടുത്തെടുക്കുകയും അത് കൃത്യമായി പഠിക്കുകയും ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ അതിന്റെ രീതിയിലുള്ള പഠനങ്ങളാണ് നടത്തി വരുന്നത്. കൊലോസി ലേഖനം എന്ന് പറയുന്നത്, അതിലേക്ക് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ സാക്ഷ്യം പറയാം. കൊലോസി ലേഖനം എന്ന് പറയുന്നത് വളരെ ദീർഘമായ പഠനം എന്ന് പറയുന്നത്, വളരെ ആഴത്തിലുള്ള പഠനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ. അപ്പോ അതുകൊണ്ട് നമുക്കത് വളരെ ചുരുക്കി അതിന്റെ പ്രായോഗിക വശത്തു കൂടി പോയി അത് അവസാനിക്കുകയും പിന്നെ എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ മറ്റൊരു വിഷയമായിട്ട് എന്തെങ്കിലും ഇവിടെ കടന്നു വരാൻ സാധിക്കും എന്നുമാണ് ഞാൻ വിചാരിക്കുന്നു. കൊലോസി ലേഖനം അങ്ങനെയാണ്. എന്റെ സ്നാനം കഴിഞ്ഞാൽ അത്രയും വർഷത്തെ പഴക്കമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് അവളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ക്യാൻസർ ബാധിതയായിരുന്നു. അത് ഭേദമായിട്ട് തിരുവനന്തപുരം RCCയിലേക്ക് കോളേജിൽ രക്ഷയില്ലാന്ന് പറഞ്ഞ് തിരുവനന്തപുരം RCCയിലേക്ക് വിടുകയും നമ്മുടെ സഹോദരങ്ങളെല്ലാം നിരന്തരമായി ഭേദമാവുകയും ഇപ്പോൾ എൻ്റെ കൂടെ കടന്നു വരികയും ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷ ദൈവം എന്നെ അനുവദിച്ചു. എന്നാൽ അതിൽ നിന്നൊക്കെ വിടുവിച്ചു. പ്രായമായിരിക്കും, കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നില്ല. പിന്നെ 2 മക്കളാണ്. അത് രണ്ടാളും ഒരാൾ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നെറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലിരിക്കുകയാണ്. ഒപ്പം ഒരു ഓൺലൈൻ ക്ലാസ് വൈകുന്നേരം ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് കുട്ടിക്ക് ഇടയോഗങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്നു അവൻ. അങ്ങനെ അതാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ 5 ആള് 4 പട്ടികളുമാണ് വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ്. ഒരു പക്ഷേ കണ്ണിൻ്റെ മെഡിസിനൊക്കെ എടുക്കുന്ന ഒരു ആയുർവേദിക് കമ്പനിയാണ്. അതിൻ്റെ OTC വിഭാഗത്തിൽ കേരള സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നു. 16 വർഷമായി. ഇതിന് മുമ്പ് മറ്റൊരു കമ്പനിയിലായിരുന്നു. അങ്ങനെ ഒരു 10-32 വർഷമായി ഇങ്ങനെയുള്ള ജോലികൾ ചെയ്താണ് ജീവസന്ധാരണം നടത്തുന്നത്. അതിനിടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ഇത്തരം പരിപാടികൾ കടന്നു പോകുന്നു. 2 ദിവസം ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറുടെ ചെലവെടുത്തിട്ടാണ് പ്രവർത്തനം നടത്തി വന്ന് പരസ്യയോഗങ്ങൾ നടത്തി വരികയായിരുന്നു. പറക്കാവ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പറക്കാവ് ഒഴിവാക്കി ഇവിടെ വന്ന് വിശ്രമിച്ചു. പറക്കാവിൽ പോയി പിന്നെ ചെയ്ത് കൂടിയിട്ട് വന്നാണ് പ്രോഗ്രാം 4:30 അവസാനം. സമയം കിട്ടുമ്പോഴൊക്കെ ജനുവരി 26 ഓഫായി. അങ്ങനെ അത് സംബന്ധിച്ചാണ് ലാസ്റ്റ് പങ്കെടുത്ത അതാണ് കൊലോസി ലേഖനം എന്ന് പറയുന്നത്. കൊലോസി ലേഖനം വായിച്ചത് അത് മനസ്സിലാവും. കൊലോസി ലേഖനത്തിന്റെ രചനയും പൗലോസ് ഒരു ലേഖനമാണ്. അതിൽ ഭാഷ മറ്റ് ലേഖനങ്ങളുടെ ഭാഷ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ വളരെ കഠിനമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് ആരെയും ശാസിക്കുകയോ വലിയ ഗൗരവമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വളരെ സൗമ്യമായ ഭാഷ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള കൊലോസി ലേഖനം എന്ന് പറയുന്നത്. കൊലോസി
ലേഖനത്തിൽ ഈ ക്രിസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള ആഴമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്താനായി സാധിക്കും. അതിൽ എന്നെ കൊണ്ടാകുന്ന തരത്തിലുള്ള ചില സംഗതികൾ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഇത് എന്നറിയാവുന്നത്. ഞാൻ ഈ പറയുന്നത് കൊലോസ്യ ലേഖനം, ഫിലേമോനെ ലേഖനം, ഫിലിപ്പിയർ 4 ലേഖനം. ഇപ്പൊ ഈ ക്രമം ഒന്ന് തെറ്റിച്ചാ പറഞ്ഞത്. പുസ്തകത്തിലുള്ള ക്രമത്തിലല്ല പറഞ്ഞ ക്രമം ശ്രദ്ധിച്ചോ. കൊലോസ്യ ലേഖനം, ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം. അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. ഇത് എഴുതപ്പെട്ട കാലക്രമത്തിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊലോസ്യ ലേഖനമാണ് ആദ്യം എഴുതപ്പെട്ടത്. അത് രജിസ്റ്ററായോ? നമുക്ക് വീട്ടിൽ പോയി പഠിക്കാൻ സമയമില്ല. ആദ്യം എഴുതിയ കാലക്രമത്തിൽ ഇംഗ്ലീഷുകാർ ആ ഓർഡർ വെച്ച് നോക്കിയാൽ ആദ്യത്തെ ലേഖനം പറഞ്ഞത് കൊലോസ്യ ലേഖനമാണ്. കഴിയുന്നത് പിന്നെ എഴുതിയത് ഫിലേമോൻ എഴുതിയ ലേഖനമാണ്. പിന്നെ എഫേസ്യ ലേഖനമാണ് ഫിലിപ്പി ലേഖനം. മറ്റു ചില കാരണങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഈ മാറ്റിയാണ് കാലക്രമത്തിലല്ല ലേഖനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. വിഷയക്രമം തിഹിക്കോസ് എന്ന് പറയുന്ന സഹോദരനാണ് ഈ ലേഖനം നമ്മളിലൂടെ കൂടി. അതാണ് അതിന്റെ പ്രത്യേകത. തിഹിക്കോസ് എന്ന് പറയുന്നത് അതിനൊരു എതിർവാദം ഉണ്ട് കേട്ടോ. അത് ഓരോരുത്തരും കൊടുത്തു വിട്ടുന്നതും എപ്പഫ്രാസിന്റെ കയ്യിലാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം കൊടുത്തു വിട്ടുന്നതും എഴുതിയ ലേഖനം വേറൊരാളുടെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ പറഞ്ഞ വാദങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് പോകാം. അത് നമ്മുടെ വേദപഠനത്തിന്റെ പ്രായോഗിക വശവുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല. അത് തിഹിക്കോസ് കൊണ്ടുപോയാലും എപ്പഫ്രാസ് കൊണ്ടുപോയാലും ഫിലേമോൻ കൊണ്ടുപോയാലും അത് നമ്മുടെ ഒരു കാര്യമല്ല. അതുകൊണ്ട് അങ്ങനത്തെ സങ്കീർണമായ ഇതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതുകൊണ്ട് തിഹിക്കോസ് ആണ് കൊണ്ടുപോയത് എന്ന് തെളിയിക്കാവുന്ന ചില കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തി. അതുകൊണ്ട് ഈ 4 ലേഖനങ്ങൾ തിഹിക്കോസ് കൊണ്ട് നടന്ന് വിശ്വസിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അതിൽ തെറ്റൊന്നുമില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. AD 62 കാലഘട്ടത്തെ കുറിച്ച് ചിലർ പറയുന്നുണ്ട്. ഈ ലേഖനങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്തതുമായ കാലത്തെ കുറിച്ച് 60 മുതൽ 63 വരെ എന്ന് പറയുന്നു. 62 മുതൽ 63 വരെ വർഷങ്ങളിൽ ഏതോ ഒരു വർഷമാണ് ഇത് എഴുതപ്പെട്ടത് എന്നും ഉണ്ട്. ഇത് നമ്മൾ കാര്യങ്ങളെ ബാധിക്കുന്നതല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സംഗതികളിലേക്ക് പോകണം വെച്ചാൽ മാത്രം. AD അറിയാലോ. AD 62, 63 വർഷങ്ങളിലാണ് അത് രചിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി കുറച്ച് സ്ഥലപുരാണം നമുക്ക് ദൈവവചനത്തിന്റെ വാക്യങ്ങളുമായിട്ടുള്ള പഠനത്തിലേക്ക് കടക്കാം. ഈ സ്ഥലപുരാണം ഈ റോമ ഭരണത്തിലുള്ള ഏഷ്യ മൈനർ എന്ന് പറഞ്ഞ അതില് ലെവോദിക്ക, ഹീറക്കുലി, കൊലോസിയ 3 അടുത്തടുത്താണ്. അടുത്തടുത്ത് തൊട്ടടുത്തല്ല, 10-12 കിലോമീറ്റർ മൈലുകൾ ദൂരമുള്ള 20 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലങ്ങൾ ഇടപെട്ടുള്ള 3 പട്ടണങ്ങളായിരുന്നു. 3 പട്ടണം. ഇതിൽ ഏറ്റവും പുരാതനമായ പട്ടണം എന്ന് പറയുന്നത് കൊലോസിയ പട്ടണം. കൊലോസിയ നഗരം, ഹീറക്കുലി, ലെവോദിക്ക, ഈ 3 നഗരങ്ങൾ അടുത്തടുത്തുള്ള ലൈക്കസ് എന്ന് പറയുന്ന ഒരു താഴ്വരയിലായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ലൈക്കസ് എന്ന് പറയുന്ന താഴ്വരയുടെ പ്രദേശത്താണ് ഈ ഇതുണ്ടായിരുന്നത്. ഈ ലൈക്കസ് താഴ്വര എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അതിലൊരു നദി ഒഴുകുന്നുണ്ട്. ലൈക്കസ് പുരാതന കാലത്ത് നഗരങ്ങളൊക്കെയും നദികളുടെ പുരാതന കാലത്തെ ഈ നഗരങ്ങളൊക്കെ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാനാണ്. മോസ്കോ എന്ന് പറയുന്ന നഗരത്തിന്റെ നടുക്കൂടിയാണ് അങ്ങനെ നമുക്ക് കാണാവുന്നതാണ്. എറണാകുളം എന്ന് പറയുന്ന നഗരത്തിന്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന നമ്മുടെ കായലുകളൊക്കെ രൂപപ്പെട്ടത്. അങ്ങനെ നഗരങ്ങളുടെ സമീപത്ത് അല്ലെങ്കിൽ നദികളുടെ സമീപത്ത് അല്ലെങ്കിൽ കടലിന്റെ സമീപത്ത് കായലിന്റെ സമീപത്തൊക്കെയാണ് അന്നത്തെ ട്രാൻസ്പോർട്ടിന് യാത്രയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടി ആണ് അങ്ങനെ നഗരങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പൊ ലൈക്കസ് താഴ്വരയിൽ ഈ ലൈക്കസ് എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. നാം പറഞ്ഞ ഈ 3 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജോസിഫ് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ AD 60 എഴുതിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ, 10 എഴുതിയെന്ന് പറഞ്ഞല്ലോ. അതിനു മുമ്പ് 4-ാം നൂറ്റാണ്ടിലാണ് ഈ നഗരം ഉണ്ടായി വരുന്നത്. 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ നഗരം രൂപപ്പെട്ടു വരുന്നത്. ഈ കൊലോസ്യ നഗരം രൂപപ്പെട്ടു വരുന്നത്. കൊലോസ്യ നഗരം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. കൊലോസ്യ നഗരത്തിന് വാണിജ്യ പ്രാധാന്യം. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ നമ്മുടെ ഈജിപ്തിനുള്ള ആ ഹൈവേ കടന്നു പോകുന്നത് ഇതിന്റെ സമീപമാണ് ആ ഹൈവേ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുന്ന ഡെനിസിംഗ് അന്നത് നമ്മുടെ ഗ്രീക്കുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അവിടെയാണ് ഈ വലിയ നഗരം സ്ഥാപിതമായത്. BC 4-ാം നൂറ്റാണ്ട് മുതൽ AD ഈ പറഞ്ഞ കാലഘട്ടമായപ്പോഴേക്കും ഇതിന്റെ ശക്തി മുതൽ ക്ഷയിച്ചു തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. അവിടെ നഗരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഉഷ്ണജല കേട്ടിട്ടുണ്ടായിരുന്നു. ഉഷ്ണജല ഉറവകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഉഷ്ണജലം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ താല്പര്യത്തോടെ കണ്ടിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ പേടിയോടെയാണ് കാണുന്നത്. എന്താണ് ഈ ഉഷ്ണജല ഉറവകളുടെ പ്രത്യേകത? അഗ്നിപർവ്വതങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിൽ ലാവ കിടക്കുന്ന സ്ഥലത്തിന് എന്താ ഉൾക്കാമ്പെന്ന് മറ്റാണ് പിള്ളേർ പറയാം. ഈ ഉൾക്കാമ്പിന്റെ അകത്ത് വലിയ ചൂടാണ്. അവിടെ നിന്ന് അതിനോട് അടുത്തുള്ള സ്ഥലത്ത് നിന്നും ഊരി വരുന്ന ഉറവകളായതുകൊണ്ടാണ് ഈ നദി ഈ വെള്ളം ഇത്ര ചൂടായിട്ടുള്ളത്. അപ്പൊ അത് ഔഷധ ഗുണമുണ്ട് എന്ന് വിചാരിച്ചു ഉണ്ടായിരിക്കണം. ആളുകൾ അവിടെ പോയിട്ട് അവരുടെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി കുളിക്കുകയും പരിപാടികളും ഒക്കെ ചെയ്യുന്ന ഒരു കൂടിയും നമ്മുടെ കൊലോസ്യ നഗരം ഈ ലേഖനം എഴുതുന്ന AD 62-നും 63-നും തൊട്ടു മുമ്പുള്ള ഏതോ സമയത്ത് ഭൂകമ്പം ഉണ്ടാകുകയും അതാണ് കൊലോസ്യ നമുക്ക് പറയാം. അതായത് ഈ ലേഖനം എഴുതുകയും അവിടെ ഒരു പുതിയ നിയമസഭ ഫിലേമോന്റെ ഭവനത്തിൽ ആരംഭിക്കുകയും ചെയ്ത സമയത്ത് കൊലോസ്യ നഗരം ക്ഷയോന്മുഖമായി തുടങ്ങിയിരുന്നു എന്നാണ്. മറ്റു നഗരങ്ങൾ ശക്തി പ്രാപിച്ച ക്ഷയോന്മുഖമാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ചരിത്രത്തിൽ നാം പരിശോധിച്ചാൽ ചില നഗരങ്ങളൊക്കെ അപ്രത്യക്ഷമായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ കഴിഞ്ഞിടയിൽ കൊടുങ്ങല്ലൂർ ചെന്നപ്പോൾ സീരീസ് എന്ന് പറയുന്ന പുരാതന പട്ടണമാണെന്ന് പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂര് പിന്നെ കായൽ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് പെരിയാറിന്റെ കൈവഴിയൊക്കെ കയറി ഒഴുകി വലിയ കായൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ പണ്ട് കാലത്ത് വലിയ കെട്ടുവള്ളങ്ങൾ വാണിജ്യത്തിന് വേണ്ടിയിട്ട് അടുക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ കുറെ പാണ്ഡികശാലകൾ കടകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കടകൾ പുരാതനമായ കടകളൊക്കെ പുതിയ കടകൾ വന്നു. അതിനുശേഷം അതെല്ലാം ക്ഷയിച്ചു. അതങ്ങനെ പതുക്കെ അപ്രത്യക്ഷമാവുകയും കൊടുങ്ങല്ലൂർ നഗരം എന്ന് പറയുന്നത് അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഭാഗമായി ചുരുങ്ങുകയും മറ്റേ ഭാഗം നിന്ന് അസ്തമിച്ചു. ഇങ്ങനെ നഗരങ്ങൾ അസ്തമിക്കുകയും പുതിയ നഗരങ്ങൾ ഉയരുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ലവോദിക്ക നഗരം പതുക്കെ അപ്രത്യക്ഷമായി. ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് ലവോദിക്ക നഗരത്തിൽ പിന്നീട് ഉത്ഖനനം നടത്തി അതിന്റെ പുരാതന അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയോ അതൊരു ചരിത്ര സ്മാരകമായി സൂക്ഷിക്കുകയോ തുർക്കി ഗവൺമെന്റ് ചെയ്തില്ല. എന്നാൽ ലവോദിക്ക നഗരത്തിനും കീരപ്പുരി നഗരത്തിനും വലിയ അവിടെ നിന്ന് ധാരാളം ചരിത്ര വസ്തുതകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൊലോസ്യ നഗരം അവഗണിക്കപ്പെട്ട ഒരു നഗരമാണെന്ന് നമുക്ക് കാണാനാണ്. BC 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിന് ശേഷം ഹെറോഡോട്ടസ് ചരിത്രകാരൻ അതിലെ കടന്നു പോകുമ്പോൾ ഈ മഹാനഗരത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. പൗലോസും പിന്നെ നമ്മുടെ എപ്പഫ്രാസും ഒക്കെ പാർത്തിരുന്ന ആ സ്ഥലം പൗലോസ് 3 വർഷം താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ താമസിക്കുന്ന സമയത്ത് 5 നൂറ്റാണ്ട് മുമ്പ് 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു മനോഹര നഗരമാണ് നഗരം എന്ന് നമുക്ക് കാണാവുന്നതാണ്. 4-ാം നൂറ്റാണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ BC 333-ൽ അലക്സാണ്ടർ ചക്രവർത്തി അറിയാമോ? അലക്സാണ്ടർ ചക്രവർത്തി ആക്രമണകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് 23 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ആ സമയത്ത് കാലത്ത് വളരെ ഒരു ധീരനായ ഒരു ചക്രവർത്തി. അദ്ദേഹത്തിന്റെ പടയോട്ടക്കാലത്ത് ഈ ലവോദിക്കയിലും കൊലോസിയിലും ഒക്കെ വരികയും ഈ പ്രദേശം ആദ്യത്തെ ആളുകളെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഫ്രുഗിർ എന്ന് പറയുന്ന ആളുകളാണ്. ഫ്രിജിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഫ്രിജിയ എന്ന് പറയുന്നത് ഫ്രുഗിർ എന്ന് പറയുന്ന ആളുകൾ. ഈ താഴ്വരയുടെ ഒരു സമീപ പ്രദേശമാണ് ഫ്രുഗിയ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവരെ നമ്മൾ കാണുന്നു. അപ്പൊ അവിടെ താമസിച്ചിരുന്ന ഫ്രുഗിർ എന്ന് പറയുന്ന ആളുകൾ അവിടുത്തുകാരായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചത് ഒരു ഹൈവേയുടെ സൈഡിലാണെന്ന് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് കച്ചവടക്കാരുടെ ധാരാളമായിട്ട് പാർത്തിരുന്നതായിട്ട് കാണാം. ഗ്രീക്ക് കച്ചവടക്കാർ പാർത്തിരുന്നു.
പിന്നെ യഹൂദന്മാർ പാർത്തിരുന്നു, പിന്നെ റോമാക്കാർ വന്ന് പാർത്തു. അങ്ങനെ വിവിധ സമൂഹങ്ങളുടെ, വിവിധ സമുദായങ്ങളുടെ വ്യത്യസ്തമായ വംശീയ പ്രത്യേകതകളുള്ള ആളുകളുടെ ഒരു സമൂഹമായിട്ട് എല്ലാ നഗരങ്ങളും പോലെ ലവോദിക്ക നഗരവും വളർന്നു. സാധാരണഗതിയിൽ പണ്ട് കാലത്തുള്ള നഗരങ്ങളൊക്കെ ഏക വംശങ്ങളുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. നമുക്ക് ദാവീദിന്റെ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ 1-2 വംശങ്ങളെ ആ നഗരത്തിലേക്ക് ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഈ കാലത്ത് ഇപ്പം അറേബ്യൻ നാടുകളിലേക്ക് അവരുടെ വലിയ ഡോമിനൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ എണ്ണയൊക്കെ കണ്ടു കിട്ടിയപ്പോഴാണ് മറ്റുള്ള ആളുകൾ അവിടെ ചെന്ന് പാർക്കാൻ. എന്നാൽ ലവോദിക്ക നഗരം ഈ BC 4-ാം നൂറ്റാണ്ടിന് ക്രിസ്തുവിന്റെ ജനനത്തിന് 400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലതരത്തിലുള്ള ജനവിഭാഗങ്ങൾ പാർത്തിരുന്ന ഒരു നഗരമായിരുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കറിയാം, ഒരു പലതരത്തിലുള്ള ആളുകളാണ് ഒരു പ്രദേശത്ത് താമസിക്കുന്നതെങ്കിൽ അവിടെയുള്ള സംസ്കാരം പല സംസ്കാരങ്ങളുടെ ഒരു സമാധാനമായിരിക്കും. പലതരത്തിലുള്ള ആളുകൾ, പലതരത്തിലുള്ള ദൈവങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, പലതരത്തിലുള്ള കലാരൂപങ്ങൾ, പലതരത്തിലുള്ള കായിക വിനോദങ്ങൾ, പല രൂപത്തിലുള്ള ആളുകൾ, പല നിറമുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഒരു പലതരത്തിലുള്ള ആളുകളെ കാണാൻ കഴിയുന്ന ഒരു നഗരമായിട്ട് ലവോദിക്ക നഗരം അതൊക്കെ രൂപാന്തരപ്പെട്ടു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവിടെ പാർത്തിരുന്നത്. ഈ ലവോദിക്ക സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് വന്നേ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. പെന്തോസിലും മാസിയിലും പ്രഭുയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവിടെ നാം ആദ്യം പറയുന്നത് 9-ാം വാക്യത്തിൽ മേദ്യര്, ഏലാമ്യര്, മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഫ്രുഗ്യയിലും, അല്ലെ, ഫ്രുഗ്യയിലും പാർക്കുന്ന ആദ്യം. അതായത് അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ലവോദിക്കയിലോ നമ്മൾ മുമ്പേ പറഞ്ഞ നഗരങ്ങളിൽ ഏതിലെങ്കിലുമോ താമസിച്ചിരുന്ന ഫ്രുഗ്യ എന്ന് പറയുന്ന ഫ്രുഗ്യരായിട്ടുള്ള ആളുകൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ അത്ഭുതങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ഉത്തരവെന്ന് പറയണ്ട, ചിന്തിച്ചാൽ മതി. ദൈവം ഒരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് കാണണം. ഒരു പ്രത്യേക അത്ഭുത സംഭവം ഉണ്ടാകുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ അവിടെ വരുത്തിയിരിക്കുന്നു. കൊലോസ്യ സഭയുടെയും എഫേസ്യ സഭയുടെയും ഒക്കെ ഉദയത്തിന് കാരണമായേക്കാവുന്ന, അത്ഭുതപ്പെട്ടിരിക്കാവുന്ന, അതിനെക്കുറിച്ച് അന്വേഷിച്ച് പിന്നീട് സഞ്ചരിച്ചേക്കാവുന്ന ചില മനുഷ്യരെ ഇവിടെ വരുത്തി, യെരുശലേമിൽ വരുത്തി ഈ അത്ഭുതങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഫ്രുഗ്യർ അവിടെ വന്ന് പെട്ടത്. നമുക്ക് വായിച്ചു കേട്ട വേദഭാഗത്ത് അവരുടെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് 9-ാം വാക്യത്തിൽ 10-ാം വാക്യത്തിൽ പൊന്തോസിലും ആസിയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശം, ആഫ്രിക്കയിലേക്ക് എത്തിയല്ലോ. ലിബിയ എന്ന് പറയുന്ന ആഫ്രിക്കയിലേക്ക് ഇപ്പൊ പറഞ്ഞതാണ്. ഈ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിട്ട് മധ്യേഷ്യയിലേക്ക് കടന്ന് ആഫ്രിക്കയിൽ നിന്നും വംശങ്ങളുടെ ഒരു പരിച്ഛേദമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ വന്ന് കൂടിയിരിക്കുന്നത്. മാത്രമാണോ, പ്രദേശങ്ങളുടെ ഒരു സമുച്ചയം, പലതരത്തിലുള്ള ആളുകൾ, പല ജാതിക്കാർ, പല വിശ്വാസ പ്രമാണങ്ങളുള്ളവർ, പല ഭാഷ സംസാരിക്കുന്നവർ, ഇവരെല്ലാവരും എവിടെ എത്തി? ഈ പറഞ്ഞ സംഭവ സ്ഥലത്ത് എത്തിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ അവിടെ ഗ്രീക്ക് കച്ചവടക്കാരുണ്ടായിരുന്നു. ഹൈവേയുടെ സമീപത്തായതുകൊണ്ട് ഗ്രീക്ക് കച്ചവടക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന സ്ഥലം, ഇസ്രയേലിലുള്ള സ്ഥലം, യൂഫ്രട്ടീസിൽ നിന്ന് എഫേസിയയിലേക്ക് പോകുന്ന ഏതാണ്ട് 3 മൈലോളം ദൂരമുണ്ട്. അന്ന് അങ്ങനെ ഒരു ഹൈവേ ഉണ്ടായിരുന്നു. ആ ഹൈവേയുടെ സമീപമാണ് നമ്മൾ ഈ പറഞ്ഞ നഗരങ്ങളെല്ലാം ഉള്ളത്. അപ്പൊ അതിലെ കടന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് യൂഫ്രട്ടീസിൽ നിന്ന് എഫേസ്യ നഗരം അന്ന് വലിയ പ്രശസ്തമായ ഒരു നഗരമാണ്. അതിലേക്ക് പോകുന്ന ആളുകൾ കടന്നു പോകുന്നത് കൊണ്ട് കച്ചവടം നടത്തുന്നതിന് സൗകര്യമുള്ളതിനാൽ ലവോദിക്കയിൽ വന്ന ആളുകൾ പാർത്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഗ്രീക്ക് കച്ചവടക്കാരുടെ കാര്യം പറഞ്ഞത്. അവർ പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് അവിടെ വന്നത്. അപ്പൊ വ്യാപാരികൾ സഞ്ചരിച്ചിരുന്ന ഒരു നഗരമായിട്ട്, പാർത്തിരുന്ന ഒരു മഹാനഗരമായിട്ട് അവിടെ നമുക്ക് കാണാവുന്നതാണ്. ആന്റിയോക്കസ് ഒന്നാമൻ എന്ന് പറയുന്ന മഹാരാജാവ്, അന്ന് ഗ്രീക്ക് ധരിച്ചിരുന്ന മഹാരാജാവ് അവിടെ കുറെ യഹൂദന്മാരെ കൊണ്ട് പാർപ്പിച്ചു. പലതരത്തിൽ യഹൂദന്മാരെ കൊണ്ട് പാർപ്പിച്ചു. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. കൊച്ചിയിൽ നിന്ന് കുറെ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചു.
ഈ ശക്തൻ തമ്പുരാൻ നമ്മുടെ റൗണ്ടിൽ കാണുന്ന കച്ചവട സ്ഥാപനങ്ങളെല്ലാം അന്നത്തെ ക്രിസ്ത്യാനികൾ ആരംഭിച്ചതാണ്. എന്തിനാണ് കൊണ്ട് പാർപ്പിച്ചത്? കച്ചവടം അറിയാവുന്ന ആളുകൾ അവിടെ വരണമെന്ന് അവര് തീരുമാനിച്ചു. അതുകൊണ്ട് ശക്തൻ തമ്പുരാൻ കുറെ ആളുകളെ 17-18 നൂറ്റാണ്ടുകളിലാണ് ഈ തൃശ്ശൂർ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവരുടെ പ്രദക്ഷിണ വഴി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ ഈ റൗണ്ട് എന്ന് പറയുന്നത്, അമ്പലത്തിന്റെ പ്രദക്ഷിണ വഴി. അതിന് ചുറ്റും ക്രിസ്ത്യാനികളായിട്ടുള്ള കച്ചവടക്കാരായിരുന്നു ഒരു 10-20 വർഷം മുമ്പ് വരെ. ഇപ്പോഴാണ് മറ്റൊരു വിഭാഗക്കാർക്ക് അവിടെ സ്ഥലം കിട്ടി. എന്ന് പറഞ്ഞതുപോലെ ഈ അന്ത്യോക്കസ് മൂന്നാം എന്ന് പറയുന്ന രാജാവ് അവിടെ കൊണ്ടുവന്ന് ധാരാളം യഹൂദന്മാരെ ഈ ലവോദിക്കയിൽ താമസിക്കുന്നതായിട്ട് കാണാം. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: പല വംശങ്ങൾ പാർക്കുന്ന, പല ഭാഷകൾ, പല സംസ്കാരങ്ങളുടെ സംഗമസ്ഥാനമായി ഈ കൊലോസ്യ നഗരം മാറ്റിയതായിട്ട് നമുക്ക് കാണാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടത്, ഇത്രയും പറഞ്ഞത് ഒരു ജനറൽ നോളജ് കിട്ടുന്നതിന് വേണ്ടിയാണ്. മനസ്സിൽ വെക്കേണ്ട പ്രധാന സംഗതി ബ്രുഡ്ജിയിൽ നിന്ന് വന്ന ആളുകൾ, അവരാണ് കൊലോസ്യയുടെ കീപ്പർ. അതിനൊരു പ്രത്യേകത നമുക്ക് വലിയത് ചിന്തിച്ചു വരാം. അപ്പോ കൊലോസ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സഭ രൂപീകൃതമായ വർഷം കൃത്യമായിട്ട് പറയാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഏകദേശ ധാരണ കിട്ടി 60-നും 63-നും ഇടയിലാണ്. അത് ഉറപ്പാണ്. അതിൽ ഒത്തിരി പുറകോട്ടും പോവില്ല, ഒത്തിരി മുമ്പോട്ടും പോവില്ല. കൃത്യമായ ഒരു വർഷം പറയാൻ സാധിക്കും. എന്നാൽ ദൈവം ആ പദ്ധതി ആസൂത്രണം ചെയ്തതിന്റെ കൃത്യതയുടെ അടയാളമാണ് കൊലോസ്യ സഭ. നമ്മൾ പലതരത്തിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പറയും അല്ലെ. ഇതിന് വർഷങ്ങളോളം മുമ്പ് നടന്ന ഒരു സംഗതി, കൊലോസ്യയിൽ ഒരു സഭയുടെ രൂപീകരണത്തിന് നിദാനമാകത്തക്ക തരത്തിൽ ദൈവം ആ പദ്ധതി വിഭാവനം ചെയ്തു എന്നുള്ളത് ഈ 2000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറത്തിരുന്നുകൊണ്ട് നാം അത്ഭുതത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് കാരണം? ഇന്നത്തെ പോലുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യമൊന്നും അന്നില്ല. മൊബൈലിൽ വാട്സപ്പ് എടുത്തിട്ട് കുറെ ആളുകൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഒരു യോഗം നടക്കുന്ന ഒരു അത്ഭുതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എല്ലാവരും വരണം എന്ന് പറയുന്ന ഒരു കാലമല്ല. ആളുകൾ ഉഴിച്ചു വന്നതാണ്. അവിടെ വന്നു ചേർന്ന ആളുകളെ ദൈവം ഉപയോഗിച്ച രീതിയാണ് ഞാൻ പറഞ്ഞത്. പല സ്ഥലങ്ങളിൽ സഭകൾ ഉണ്ടാകുന്നതിന് കാരണമായത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന ഈ സംഗതിയാണ് എന്ന് നമുക്ക്. കൊലോസ്യ സഭയിൽ പൗലോസ് എത്തിയതായിട്ട് തെളിവുകളില്ല. അങ്ങനെ ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് കൊലോസ്യ സഭയിൽ പൗലോസ് എത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ പൗലോസിന്റെ ആശയങ്ങളുടെ ചുവട് പിടിച്ചാണ് എപ്പഫ്രാസ് അവിടെ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു സഭ രൂപീകരിക്കപ്പെട്ടതും എന്ന് നമുക്ക് കാണാവുന്നതാണ്. എപ്പഫ്രാസിന്റെ പ്രവർത്തനപരമായിട്ടാണ് കൊലോസ്യ സഭ രൂപീകൃതമായത്. നോക്കൂ, അന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനമോ അപ്പോസ്തലന്മാരുടെ സാന്നിധ്യമോ ഇല്ലാതെ വളരെ അപൂർവമായാണ് സഭകൾ രൂപീകരിക്കപ്പെടുന്നത്. എന്നാൽ എപ്പഫ്രാസ് എന്ന് പറയുന്ന എളിയ സഹോദരന്റെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായി കൊലോസ്യ എന്ന് പറയുന്ന നഗരത്തിൽ ഒരു സഭ രൂപീകരിക്കാനായിട്ട് ഇടയായതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വിവിധ ഭാഷക്കാരായിട്ടുള്ള, വിവിധ ജാതിക്കാരായിട്ടുള്ള, വിവിധ വംശങ്ങളിൽപ്പെട്ട ആളുകളാണല്ലോ അവിടെ കൂടിയിരുന്നത്. കൊലോസ്യ സഭ അതിന്റെ ഒരു ക്രോസ് കട്ട് പോലെയാണ്. കൊലോസ്യ സഭ വളരെ പ്രത്യേകത ഉള്ളതാണ്. അത് നമുക്ക് വഴിയെ ചിന്തിച്ച് പോകാവുന്നതാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ഔട്ട്ലൈൻ പറഞ്ഞ ആ ഭാഗങ്ങൾ വിടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ച് ആരാണ് എപ്പഫ്രാസിന്റെ അടുത്ത് നമുക്ക് നോക്കാം. 1-ാം അധ്യായം 8-ാം. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. അതിന്റെ 7-ാം വാക്യത്തിൽ അവനെ പ്രിയ സഹഭൃത്യനെന്നും വിശ്വസ്ത ശുശ്രൂഷകനെന്നും പറയുന്നുണ്ട്. പ്രിയ സഹഭൃത്യനെന്നും പൗലോസ് പറയുന്നത്. സഹഭൃത്യൻ എന്ന് പറഞ്ഞാൽ കൂട്ടുവേലക്കാരൻ, സഹഭൃത്യൻ. പിന്നെ വിശ്വസ്ത ശുശ്രൂഷകൻ. ഒരു സഭ രൂപീകരിക്കപ്പെടണമെങ്കിൽ ഈ 2 ക്വാളിറ്റി ഉള്ള ഒരാളെ കൊണ്ട് സാധിക്കും. ബാക്കിയുള്ള എത്ര വലിയ പ്രസംഗകനായാലും, എത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, എത്ര സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള അറിവിന്റെ നിറകുടമായ മനുഷ്യനാണേലും സഭ രൂപീകരിക്കുന്നതിനുള്ള 2 സംഗതികൾ ഇല്ല പൗലോസ് പറഞ്ഞു. എപ്പഫ്രാസ് ആരാണെന്ന് പറയുന്ന പോലെ ആ കാര്യം കൂടെ പൗലോസ് പറഞ്ഞു. എന്താണ്? പ്രിയ സഹഭൃത്യനായിട്ടുള്ളവൻ വിശ്വസ്ത ശുശ്രൂഷകനായിട്ടുണ്ടെങ്കിൽ മാത്രമേ സഭ രൂപീകരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ സുവിശേഷവുമായിട്ട് ആദ്യമായിട്ട് കൊലോസ്യർക്കുണ്ടായ ബന്ധം എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യമാണെന്ന് പറഞ്ഞത്. അന്ന് അവിടെ സുവിശേഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് വരികയോ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുന്നു മനസ്സിലാക്കുകയോ ചെയ്ത ആളുകളാണ് എന്ന് നമുക്ക് വാദമേ ഇല്ല. അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ഈ വന്ന ആളുകൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കണം. അപ്പോൾ എപ്പഫ്രാസിന്റെ മുമ്പിൽ കിട്ടിയതായ ഒരു ചെറിയ വഴി എപ്പഫ്രാസ് ഉപയോഗിക്കുകയും കൊലോസ്യയിൽ ഒരു സഭ ഉണ്ടാകുകയും ചെയ്തുവെന്നാണ്
ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൂടെ വായിച്ച കൊലോസ്യ ലേഖനം. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. എപ്പഫ്രാസ് അവിടെ സഭ രൂപീകരിക്കുക മാത്രമല്ല, എപ്പഫ്രാസ് അവരെ പലതും പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത് നമുക്ക് അവിടെ പറയുന്നുണ്ട്. നമുക്ക് അവിടോട്ട് കിടക്കണ്ട, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാമെന്ന്. എപ്പഫ്രാസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ഞാൻ അത് പറഞ്ഞത്. ഈ കാരാഗ്രഹ ലേഖനമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആദ്യം കാരാഗ്രഹ ലേഖനം പറഞ്ഞ ജയിലിൽ കിടന്ന സമയത്ത് എഴുതിയ ലേഖനമാണ്. ഈ കാരാഗ്രഹ ലേഖനത്തിന് കാരാഗ്രഹവാസത്തിന് മുമ്പ് പൗലോസ് അതിലെ വന്നിട്ടില്ല. അവിടെ വന്ന് കൊലോസ്യരെ സന്ദർശിക്കുകയൊന്നും ചെയ്തതായിട്ട് രേഖകളില്ല. അതിന്റെ തെളിവും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. നിങ്ങൾക്ക് ലൗകികതയുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ല. പൗലോസ് വന്നിട്ടുണ്ട് എന്ന് സംഭവിക്കുകയായിരുന്നു. ജഡത്തിൽ മുഖം അവർ കാണുന്നതായിരുന്നു. അതുകൊണ്ട് പൗലോസ് അവിടെ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഈ കൊലോസ്യ സഭയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. കൊലോസ്യ നഗരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. അതിന്റെ ഒരു ക്രോസ് കട്ടാണ്, പരിച്ഛേദമാണ് കൊലോസ്യ സഭ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രഭുക്കന്മാരായിട്ടുള്ള ധനികർ മുതൽ അടിമകൾ വരെയുണ്ട്. ധനികരായ പ്രഭുക്കന്മാരും അടിമകളുമുള്ള ഒരു സഭ. അവരെ ഒരുമിച്ച് നിർത്തുന്ന ഏക ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള അടിസ്ഥാന വിശ്വാസമായിരുന്നു. അത് അത്യത്ഭുതകരമായ ഒരു സംഗതിയാണ്. നോക്കൂ, അവിടെ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ പ്രാദേശിക സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ടുള്ള ആളുകളൊക്കെയാണ്. പക്ഷെ ഇവിടെ നോക്കുക, അടിമത്തമൊക്കെ പൊടിബുദ്ധി വാണിടുന്ന, മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യരുള്ള ഇടത്ത് അടിമകളെ അടുത്തേക്ക് പോലും അടുപ്പിക്കാത്ത, അവരെ മനുഷ്യരായി പോലും കരുതാത്ത ഒരു കാലത്ത് കൊലോസ്യ സഭയിൽ ധനികരായ പ്രഭുക്കന്മാർ മുതൽ അടിമകൾ വരെ ഒരുമിച്ചിരുന്നു എന്നുള്ളത് അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാക്കിയിട്ടുള്ള മനപരിവർത്തനത്തിന്റെ ആഴം വെളിവാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ആളുകൾ ഈ കൂട്ടത്തെ കണ്ട് അത്ഭുതപ്പെട്ടത്. അടിമയെ അടിച്ചതിനകത്തെന്ന് മലയാളത്തിൽ പറയുന്നത്, അടിച്ചതിനകത്ത് പോലും കയറ്റാത്ത ഒരു കാലത്ത് ഒരേ സഭയിൽ ഒരേ അപ്പത്തിന്റെ അംശികളായി ആളുകൾ ഇരുന്നു, അടിമയും ഉടമയും ഇരുന്നു എന്നുള്ളതാണ് അതിന്റെ സംഗതി ഇരിക്കുന്നത്. നമുക്ക് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം വായിച്ച് 3:22. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. കൃത്യമാണ് കേട്ടോ. പൗലോസിന്റെ വാദങ്ങൾ, ഭാഷയൊക്കെ പഴുതില്ലാത്തതാണ്. ജഡപ്രകാരമുള്ള ആരാണ് പറഞ്ഞ? ജഡപ്രകാരമുള്ള യജമാനന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. അതിന്റെ താല്പര്യം ഇതാണ്. ഈ സഭയിലേക്കൊക്കെ വന്ന സാഹോദര്യമൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഈ അടിമകൾ അല്ലെങ്കിൽ ജോലിക്കാരായിട്ടുള്ള ആളുകൾ യജമാനന്മാർ പറയുന്ന ജോലികൾ ചെയ്യാതെ അവർക്ക് അർഹമായിട്ടുള്ള ബഹുമാനം കൊടുക്കാതെയും ഒക്കെ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കലഹത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് പൗലോസ് സംശയിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം മറ്റൊന്നാണ്. ഈ ജോലിയിൽ സമത്വം ഉണ്ടാക്കലും സമ്പത്ത് വീതം വെച്ചെടുക്കലും ഒന്നുമല്ല അവിടെ കാര്യം. അവിടെ മറ്റൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ഒരുമിച്ച് നിൽക്കുകയും ക്രിസ്തുവിന്റെ 2-ാം വരവിന് വേണ്ടി സ്വയം ഒരുങ്ങുന്ന ആളുകളായി, വിശ്വസ്ത സാക്ഷികളായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും വേണം എന്നുള്ള പരമമായ ലക്ഷ്യത്തിന് വേണ്ടി പൗലോസ് സംശയലേശമന്യേ കൊലോസ്യ സഭയിലെ ഈ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ദാസന്മാരെ എന്ന് പറഞ്ഞ് അവിടെ പറയുന്നതായിട്ട് കാണാം. 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. യജമാന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. ദാസന്മാർക്ക് മാത്രമല്ല നിർദ്ദേശം, യജമാനന്മാർക്ക് നിർദ്ദേശം കൊടുക്കും. യജമാനൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരാളുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ വേണം? ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. നിങ്ങൾ അവരുടെ ദാസന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പെരുമാറാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ അവരോട് പെരുമാറുമ്പോൾ അടിസ്ഥാനപരമായ നീതിയും ന്യായവും അവർക്കും നടത്തി കൊടുക്കേണ്ട പരമമായ ബാധ്യത കൂടി യജമാനന്മാരുടെ മേൽ പൗലോസ് വെച്ചു. അപ്പൊ ഒരു സഭ എന്ന് പറയുന്നത് അതിന്റെ സങ്കീർണമായിട്ടുള്ള ഘടന
നമ്മുടെ സഭ പോലെ അല്ലാന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സഭയൊക്കെ ഏതാണ്ട് മധ്യവർഗത്തിന് തൊട്ട് താഴെ തൊട്ട് മുകളിലൊക്കെയുള്ള ആളുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ അവിടുത്തെ ഉച്ചനീചത്വം എന്ന് പറഞ്ഞതുപോലെയുള്ള വലിയ വ്യത്യാസമുണ്ട്. പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാജാവിന് തുല്യമായ സമ്പത്തുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ അവരുടെ അടിമ വേല ചെയ്യുന്ന ആളുകളും. അപ്പോൾ അവരോട് പറഞ്ഞു, ദാസന്മാരെ സകലത്തിലും നിങ്ങളുടെ യജമാനന്മാരെ അനുസരിപ്പിൻ. യജമാനന്മാരോട് പറഞ്ഞു, ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. എന്നിട്ട് യജമാനന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് മുകളിൽ ഒരു യജമാനൻ ഉണ്ട്. അതുകൊണ്ട് ഭയത്തോടെയും ബഹുമാനത്തോടെയും നീതിയോടെയും ന്യായത്തോടെയും നിങ്ങളുടെ ദാസന്മാരോട് പെരുമാറണമെന്നും അവിടെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ലേഖനത്തിന്റെ എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് യാതൊരു സംശയം ഉണ്ടാകുന്ന തരത്തിൽ ആദ്യമേ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. എങ്കിലും പതിവ് പോലെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആളുകൾക്ക് എതിർവാദങ്ങൾ ഉണ്ടാകാം. ഇത് പൗലോസ് അല്ല എഴുതിയെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അങ്ങനത്തെ വാദങ്ങളെ പരിപൂർണമായി റദ്ദ് ചെയ്യുന്ന ഒരു പ്രയോഗം അവിടെ ഉള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു വിശുദ്ധ സഹോദരന്മാരുമായൊക്കെ എഴുതി. അപ്പൊ പിന്നെ ആരാ എഴുതിയെന്നുള്ള കാര്യത്തിൽ തർക്ക വിതർക്കങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല എന്ന് നമുക്ക് കാണാം. കൊലോസ്യ സഭയിലെ പ്രസിദ്ധരായിട്ടുള്ള പിന്നീട് വേദ പുസ്തകത്തിൽ പലതരത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള 4 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് എപ്പഫ്രാസ്, നമ്മൾ കണ്ടു ഈ ലേഖനം അതിന്റെ തുടക്കത്തിൽ തന്നെ എപ്പഫ്രാസിനെ കണ്ടു. രണ്ടാമത്തത് ഫിലേമോൻ. ഫിലേമോൻ നമുക്ക് വളരെ പരിചിതനായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ സഭ കൂടി വന്നിരുന്നത്. അതുകൊണ്ട് ഫിലേമോൻ എന്ന് പറയുന്നത് ഇതം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഒനേസിമോസ്, മുമ്പേ നമ്മൾ പറഞ്ഞു യജമാനനും ദാസനുമുള്ള സഭ. യജമാനായി ഈ പറഞ്ഞ ഫിലേമോനും ദാസനായി ഒനേസിമോസുമുള്ള സഭ. ഞാൻ ആ സമത്വത്തിന്റെ സൗന്ദര്യത്തെ ഞാനൊരു ഹൃദയകണ്ണുകൾ കൊണ്ട് കണ്ടുപോവുകയാണ്. എന്താണെന്ന് അറിയാമോ? ആ സഭയിലെ ആരാധന എങ്ങനെയാണ്? ഈ 2 എക്സ്ട്രീം സ്ഥലങ്ങളിൽ നിൽക്കുന്ന, 2 അറ്റങ്ങളിൽ നിൽക്കുന്ന, വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളുള്ള 2 ആളുകൾ ഒരു സഭയിൽ സഹോദരന്മാരെ പോലെ ആരാധിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് ലോകത്തിൽ കാണാവുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ കൊലോസ്യ സഭയുടെ ആരാധന എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ ഒരു ആരാധന പോലെ നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ളതാണ്. പിന്നെ ആർട്ടിപ്പോസ് എന്ന് പറയുന്ന ഒരാളുടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സഭയുടെ നേതൃത്വത്തിലുള്ള ആളാണ് എന്നതായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വാക്യങ്ങൾ മുൻകൂച്ചെടുക്കുന്നതാണ്. കൃത്യമായി അദ്ദേഹം മുമ്പനായ ആർട്ടിപ്പോസ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളാണ് എന്ന് നമുക്ക് കാണാം. കൊലോസ്യയിലെ മതസാഹചര്യങ്ങൾ പറയണം. കൊലോസ്യ സഭയല്ല, കൊലോസ്യ നഗരത്തിൽ ചില മതസാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മതസാഹചര്യങ്ങൾ പിന്നീട് സഭയുടെ ഉള്ളിലുള്ള കെട്ടുറപ്പിനെ ബാധിക്കത്തക്ക തരത്തിലുള്ള ചിന്താഗതികൾ കടത്തിവിടുന്നതിന് സാത്താൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നു കൊലോസ്യ പ്രദേശത്തിന്റെ മതസാഹചര്യം, ഏതൊക്കെ മതങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഈ പുരാതനമായ ഗ്രീക്ക് മതസങ്കല്പങ്ങളുണ്ട്. അവരുടെ ദേവന്മാര് അങ്ങനെയുള്ള സംഗതികളുണ്ട്. അവർക്ക് നമ്മുടെ ഇന്ത്യയുടെ പോലെ ഇതിഹാസങ്ങളുള്ള ഗ്രീക്ക് ഇതിഹാസങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടായിരുന്നത് അവർക്ക് ധാരാളം ദേവന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു. പഗനിസം എന്ന് പറയുന്ന വിഗ്രഹാരാധനയുടെ രീതി അവിടെ ഉണ്ടായിരുന്നു. പ്രകൃതി ആരാധന, പ്രകൃതിയിലുള്ള ശക്തികളെ ആരാധിക്കുക. ചിലർ കാറ്റിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അഗ്നിദേവൻ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീയെ ആരാധിക്കുന്ന ആളുകളുണ്ട്. മഴയെ ആരാധിക്കുന്ന വരുണദേവനുണ്ട്. വരുൺ എന്ന് പറയുന്ന മഴയുടെ ദൈവം. മഴയെ ആരാധിക്കുന്ന ആളുകളുണ്ട്. കാറ്റിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആരാധന ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം യഹൂദന്മാരെ നമ്മൾ ആദ്യം കണ്ടു ഏകദൈവ വിശ്വാസികളായ ആളുകളായിരുന്നു. രണ്ടാമത് അസെറ്റിക് എന്ന് പറയുന്ന അസെറ്റിസിസം എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അസെറ്റിസിസം എന്ന് പറയുന്ന നിഗൂഢമായ ആരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ തീരുമാനിക്കുകയാണ് ഏതെങ്കിലും ഒരു ദിവ്യ ശക്തിയാണ് അവർ ആരാധിക്കുന്നതെന്ന് തീരുമാനിക്കുക. എന്നിട്ട് അതിശക്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ശരീരത്തെ ത്യജിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നോസ്റ്റിസിസം എന്ന് പറയുന്നത് ഇതിന്റെ പ്രാരംഭരൂപമാണ്. ഇതിന്റെ ആദ്യത്തെ രൂപമാണ്. ജ്ഞാനമതം ഉണ്ടാകുന്നത് തന്നെ ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കൊലോസ്യ സഭയുടെ പ്രധാന ഭീഷണിയായിരുന്നത് ജ്ഞാനമതമായിരുന്നു. നോസ്റ്റിസിസം എന്ന് പറയുന്നത്
നോസ്റ്റിസിസം എന്ന് പറയുന്നത് ജ്ഞാനമതത്തിന്റെ സ്വാധീനവും അതിന്റെ വിചിത്രമായിട്ടുള്ള രീതികളും അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് കൊളോസ്യ സഭ നേരിട്ടിരുന്ന വെല്ലുവിളികളിലൊന്ന് ഈ ജ്ഞാനമതത്തിന്റെ പ്രത്യേകതകൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില മാർഗമുഖങ്ങളായിരുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ബൈബിൾ വലിയ ജ്ഞാനമുള്ളവരുണ്ട്. ഇവിടെ ശുശ്രൂഷിക്കുകയും ബൈബിൾ വായിക്കുകയും പഠനത്തിൽ ശ്രദ്ധിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ഉപദേശങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഒരുപക്ഷെ ഒരാൾക്ക് വന്നിട്ട് അവരെ സ്വാധീനിച്ച് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. എന്നാൽ ഇതൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത സഹോദരങ്ങൾ നമ്മുടെ മധ്യം ഉണ്ടാകും. അവർക്ക് ജ്ഞാനം എന്ന് പറയുന്നതാണ് ദൈവം, അറിവല്ലേ ദൈവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വീണുപോകും. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ ആളുകളെ സ്വാധീനിക്കുന്ന രീതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ നോസ്റ്റിസിസം എന്ന് പറയുന്നത്, ജ്ഞാനമതം എന്ന് പറയുന്നത് കൊളോസ്യ സഭയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സഭയായി അവിടെ മാറിയതായിട്ട് നമുക്ക് കാണാം. ഈ സഭയുടെ ദുരുപദേശങ്ങൾ തന്നെ പല രീതിയിലുണ്ട്. യഹൂദജന്യ ദുരുപദേശങ്ങളുണ്ടായിരുന്നു, യഹൂദ മതജന്യമായ ദുരുപദേശങ്ങൾ. യഹൂദന്മാരെല്ലാവരും ഈ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ പറയുന്ന അവരുടെ ന്യായപ്രമാണമോ 10 കൽപ്പനകളോ ഒന്നും പൂർണ്ണമായി അനുസരിക്കുന്ന ആളുകളായിരിക്കില്ല. അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അവർ പലതരത്തിലുള്ള സംഗതികളിലേക്ക് ഈ അടുത്ത് തന്നെ നമ്മുടെ മാർപ്പാപ്പ പറയുകയുണ്ടായി, ഇന്ന ആള് വിശുദ്ധനല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കാണുമായിരിക്കുന്ന അരിത്ര വല്യച്ഛൻ എന്നൊക്കെ പറയുന്ന ആള് അദ്ദേഹം പിന്നെ എന്താണ് പറയാറ്, വിശുദ്ധരാണെന്ന് ഇവിടെ ധരിച്ചിരുന്നു. അങ്ങനെ അവരെ ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അവസാനം മാർപ്പാപ്പ പറഞ്ഞു, അങ്ങനെ ഇതും ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല, ആദ്യ വിശുദ്ധനൊന്നുമല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല മറിയയെ ആരാധിക്കുന്നത് ശരിയല്ല എന്ന് ഈ അടുത്ത കാലത്ത് പറഞ്ഞു. ഇപ്പൊ ഇതുവരെ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പൊ അവരുടെ പള്ളികളിൽ ആരെയാണ് ആരാധിക്കുന്നത്? അവര് മറിയയാണ് കൂടുതലായിട്ട് ആരാധിക്കുന്നത്. അവരുടെ വണ്ടികൾക്കെല്ലാം ജീസസ് നല്ല പേര്. സെന്റ് മേരീസ് പേരുള്ള 5 ഓർമ്മ മാതാങ്ങൾ സെന്റ് മേരീസ് മേരിയെ സൈന്യായിട്ട് അവരെന്നാണ് പ്രഖ്യാപിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകളെ സാധുക്കളായിട്ടുള്ള അത്ര ജ്ഞാനമില്ലാത്ത വേദപരിചയമില്ലാത്ത ആളുകളെ വശത്താക്കുന്നതിന് ജ്ഞാനമതത്തിന് അക്കാലത്ത് സാധിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോസ്യ നഗരത്തിലെ സംഭവമല്ല നമ്മൾ പറയുന്നത്, കൊളോസ്യ സഭയിലെ സംഗതിയാണ്. യഹൂദജന്യമായ വിരുദ്ധോപദേശങ്ങൾ, യഹൂദജന്യമായ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രമാണം യഹൂദ മതമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ കടത്തിവിടുന്ന യഹൂദജന്യമായ ക്രിസ്തു വിരുദ്ധമായ സംഗതി. ആ സംഗതികൾ ഇവിടെ ഉണ്ടായിരുന്നു, കൊളോസ്യ സഭയെ ബാധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. അത് ജൂയിഷോഗ്യനായിട്ടുള്ള ദുരുപദേശങ്ങൾ അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക്. രണ്ടാമത്തതാണ് കിഴക്കൻ നിഗൂഢ മതങ്ങൾ, മിസ്റ്റിസിസം എന്ന് പറയുന്നത്. മിസ്റ്റിസിസം നിഗൂഢ മതം. അവർക്ക് ആരാധിക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അവർ പറയും ഇന്നർ പീസ്, ഉള്ളിൽ നിന്നുള്ള സമാധാനം, ഞാൻ ധ്യാനിക്കുകയാണെന്ന് എൻ്റെ ഉള്ളിൽ നിന്നാണ് സമാധാനം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറഞ്ഞ് ഇടുക്കിലാക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള കിഴക്കൻ നിഗൂഢ മതങ്ങൾ, അത് തത്വജ്ഞാനമാണ് അവരുടെ അടിസ്ഥാന സംഗതി. തത്വജ്ഞാനം പറയുക. അപ്പൊ അക്കാലത്തിലെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ഈ യഹൂദജന്യമായ ദുരാചാരങ്ങൾ, നിഗൂഢ മതങ്ങളുടെ ആചാരങ്ങൾ, ജ്ഞാനമതം പോലുള്ള ദുരുപദേശങ്ങൾ, ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ സ്വാധീനം, ഇവയെല്ലാം അവിടെ ഉണ്ടായിരുന്നതായിട്ട് ഗ്രീക്ക് തത്വശാസ്ത്രം വലിയ ആഴമുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ഇടയിൽ തന്നെ. അവർ വലിയ തത്വജ്ഞാനികളാണ്. അവരുടെ ചിലത് പല കാര്യങ്ങളും നമുക്ക് ക്രിസ്ത്യാനിത്വത്തിന് യോജിക്കാൻ കഴിയാത്ത അനേക സംഗതികളുടെ സമാഹാരമാണ്. എന്നാൽ അതൊക്കെ കൊളോസ്യ സഭയിലേക്ക്, അതിന്റെ ആദ്യകാല സഭയിലേക്ക് നുഴഞ്ഞെത്തുന്നതിന് സാധിക്കും. നോക്കൂ, നമ്മളിരിക്കുന്നത് വളരെ ഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ്. നമുക്ക് ഓരോരുത്തർക്കും ബൈബിളുണ്ട്. ചിലർക്ക് 3 ബൈബിൾ, 4 ബൈബിൾ. കൊളോസ്യ സഭയിലൊക്കെ കാര്യം നമുക്ക് അറിയാം. കൊളോസ്യ സഭയിൽ ബൈബിൾ പൂർണ്ണമായി എഴുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവരുടെ കയ്യിൽ പൂർണ്ണമായ ബൈബിൾ, ഓരോരുത്തർക്കും ബൈബിൾ ഒന്ന് റെഫർ ചെയ്യാനായിട്ട് അവർക്ക് സൗകര്യങ്ങളുണ്ട്. അപ്പൊ വളരെ പോരാട്ടത്തിന്റെ കാലത്തിലൂടെയാണ് അന്നത്തെ ക്രിസ്ത്യാനികൾ കടന്നു പോന്നിരുന്നത്. ഈ കാലത്ത് ഇരുന്നുകൊണ്ട് ചിലർ പറയും പഴയകാല വിശ്വാസികൾ അവർക്ക് തീവ്രമായ വിശ്വാസം ഉണ്ടായിരുന്നു, അവരൊക്കെ എത്ര സൗകര്യമായിട്ടാണ് ജീവിക്കുന്നത്. സംഗതി അങ്ങനല്ല, അവർ വലിയ പോരാട്ടത്തിലാണ് ജീവിച്ചത്. ഈ പറഞ്ഞ ജ്ഞാനമതത്തിന്റെയും അവരുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെ നിരന്തരമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിന് അവർക്ക് തുറന്ന് റെഫർ ചെയ്യുന്നതിന് ബൈബിളില്ല. അവരുടെ കൂടെയുള്ള സഹോദരന്മാർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യമുള്ള ആളുകളായിരിക്കില്ല.
പക്ഷേ അവർ ചെറുത്തു നിൽക്കുകയും കൊലോസ്യ എന്ന് പറയുന്ന സഭ നിലനിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ പറയുന്ന സംഗതി. യഹൂദ മതജന്യമായിട്ടുള്ള ദുരുപദേശങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതിന്റെ ഇൻട്രോ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും വൈഡ് ആയിട്ടുള്ള വേദഭാഗങ്ങളൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്കിടയാകും. ഇതിന്റെ ആമുഖം. അപ്പോ രണ്ടാമത്തെ കാര്യം യഹൂദ മതജന്യമായിട്ടുള്ള ദുരുപദേശങ്ങൾ. നമുക്ക് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം വായിച്ചു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് അതായത് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചും അവർ കുടിക്കുന്നതിനെ കുറിച്ചും ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നിവ സംബന്ധിച്ചോ ആരും നിങ്ങളെ വിധിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ കടത്തിവിടുന്നതിന് സാധിച്ചിരുന്നു. പൗലോസ് അതിന് മുന്നേറിപ്പ് കൊടുക്കുകയാണ്. ഈ കാര്യങ്ങളിൽ നിങ്ങളെ ആരും വിധിക്കാൻ ഇടവരരുത് എന്ന് പറയുകയാണ്. അതിന്റെ താഴെ ഭാഗത്ത് പെരുന്നാൾ, വാവ്, ശബത്ത് വീണ്ടും പറയുകയാണ്. പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഈ രണ്ട് സംഗതികൾ യഹൂദന്മാരുടെ ഓരോ ആചാരങ്ങളെയായിട്ട് പൗലോസ് തിരസ്കരിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എന്ത് കഴിക്കരുത്, എന്ത് കഴിക്കണം എന്നൊക്കെ വെച്ചിട്ട് യഹൂദന്മാർക്ക് ഒരു പട്ടിക തന്നെയുണ്ട് അല്ലെ. പത്രോസിന്റെ അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പത്രോസിന്റെ അനുഭവം അതിന് നിദാനമാണ്. അപ്പൊ അങ്ങനെ ഒരു പട്ടിക തന്നെയുണ്ട്. പൗലോസ് വളരെ സൗമ്യമായിട്ട് വളരെ നിശബ്ദനായെന്നതുപോലെ അവരുടെ ഈ ആചാരങ്ങളെ എല്ലാം കൊലോസ്യ സഭക്കാരുടെ മുമ്പിൽ തിരസ്കരിക്കുന്നത് നമുക്ക് കാണാം. പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് നിങ്ങളെ വിധിക്കരുത്. ഈ രണ്ട് സംഗതികളാണ് യഹൂദ മതത്തിന്റെ അക്കാലത്തെ ശക്തി. ഏതൊക്കെ? പെരുന്നാൾ, വാവ്, ശബത്ത് ദിവസങ്ങൾ. രണ്ടാമത് ഏതൊക്കെയാണ്? ഭക്ഷണം, പാനം, കുടിക്കുന്നതുണ്ട്, കഴിക്കുന്നതുണ്ട്. ഈ രണ്ട് സംഗതികളാണ് അവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ആളുകളെ അതിൽ പിടിച്ചു നിർത്തിയിരുന്ന സംഗതി. നമുക്കറിയാം യഹൂദന്മാർ എത്രത്തോളം പ്രാധാന്യമാണ് അവരുടെ പെരുന്നാളുകൾക്ക് കൊടുക്കുന്നത് നമുക്കറിയാം. വാവിനും ശബത്തിനും അവർ എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത് നമുക്കറിയാം അല്ലെ. വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവ് കുറച്ച് എടുത്ത് കഴിച്ച ശിഷ്യന്മാരെ കുറിച്ച് അവർ പറഞ്ഞത് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് അത്തരം ആചാരങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന അല്ലെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് തിരസ്കരിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. അങ്ങനെയാണ്. ഇതിന് രണ്ടു വശമാണ്. പെരുന്നാൾ, വാവ്, ശബത്ത് എന്നതിനെ സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്, നിങ്ങളും വിധിക്കരുത് എന്നാണ് അതിന്റെ അടിസ്ഥാന അർത്ഥം എന്ന് നമുക്ക്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ മറ്റൊരു വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈ കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഒന്നാമത്തത് പരിച്ഛേദന, ഒന്നാമത്തത് ഭക്ഷണപാനങ്ങൾ. പഠിച്ചു പോകട്ടോ. ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് വിധിക്കരുത്. 2 പെരുന്നാൾ, വാവ്, ശബത്ത് വിധിക്കരുത്. മൂന്നാമത് പരിച്ഛേദന. പരിച്ഛേദന യഹൂദ മതത്തിന്റെ അടിസ്ഥാന ശക്തിയാണ് പരിച്ഛേദന. ഏത് പരിച്ഛേദന? ജഡത്തിന്റെ പരിച്ഛേദന അല്ലെ. അതാണ് അവരുടെ പ്രധാന ശക്തി. പരിച്ഛേദന ഏൽക്കാത്തവർ യഹൂദന്മാരിൽ ഇല്ല, അവരങ്ങനെ കാണില്ല. അതുകൊണ്ട് പരിച്ഛേദന എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പ്രധാന ആചാരങ്ങളിൽ ഒന്നായതുകൊണ്ട് പൗലോസ് അതിനെയും ഭംഗി നിറേണ തിരസ്കരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. കൊലോസ്യ 2-ാം അധ്യായത്തിലേക്ക് 14-ാം വാക്യം വായിച്ചു. അവൻ അവരോട് കൂടി അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത് മായിച്ച് നമുക്കറിയാവുന്ന വാക്യം അല്ലെ. അതിക്രമങ്ങളൊക്കെയും നമ്മൾ ക്ഷമിച്ചത് ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ന്യായം. നാലാമത്തെ ശക്തി ഏതാ? ന്യായപ്രമാണം. ന്യായപ്രമാണത്തെയും തിരസ്കരിക്കുന്നു. ആദ്യത്തെ തിരസ്കാരം ഭക്ഷണപാനങ്ങൾ, രണ്ടാമത് പെരുന്നാൾ, വാവ്, ശബത്ത്, മൂന്നാമത്തത് എന്താണ്? പരിച്ഛേദന, നാലാമത്തത് ന്യായപ്രമാണം. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു. ആര് മായ്ച്ചു?
അല്ല, കർത്താവായ യേശു ക്രിസ്തു അത് മാനിച്ചു. അതുകൊണ്ട് നാലാമത്തെ സംഗതിയായിട്ട് ന്യായപ്രമാണത്തെയും തിരസ്കരിക്കുന്നതായിട്ട്, ഈ ന്യായപ്രമാണം പറയുന്ന ഒരു സംഗതി പറഞ്ഞു പോകണം. അത് പിന്നീട് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകുന്നതാണ്. ഈ ന്യായപ്രമാണത്തിന് 2 ഘട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? ഒന്ന് അനുഷ്ഠാനമാണ്, ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനം, സെറിമോണിയൽ ഭാഗം. ന്യായപ്രമാണത്തിന്റെ സെറിമോണിയൽ ഭാഗം, അതിലാണ് നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ വരിക. പെരുന്നാൾ, ശബത്ത്, പരിച്ഛേദന, അതിന്റെ സെറിമോണിയൽ ഭാഗങ്ങൾ. സെറിമോണിയൽ ഭാഗം അതിന്റെ ശരിക്കുള്ള ന്യായപ്രമാണത്തിന്റെ ശരിക്കുള്ള ശക്തി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. കൊല ചെയ്യാമോ? കൊല ചെയ്യരുത്. മോഷ്ടിക്കാമോ? മോഷ്ടിക്കരുത്. ന്യായപ്രമാണം വേണ്ട എന്ന് പറയുമ്പോൾ ഇതെല്ലാം മാറ്റിവെക്കാൻ പറ്റുമോ? ഏതാണ് മാറ്റിവെക്കുന്നത്? അതിന്റെ സെറിമോണിയൽ ഭാഗമാണ് മാറ്റിവെക്കുന്നത്. സെറിമോണിയൽ ആയിട്ടുള്ള ഭാഗമാണ് അത് മാറ്റിവെക്കുന്നത്. ആ വാക്യം അപ്പോ ഈ ന്യായപ്രമാണത്തിന്റെ 2 ഭാഗങ്ങളിൽ സെറിമോണിയൽ ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ തിരസ്കരിക്കാൻ പറഞ്ഞത്. ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാന പ്രമാണമായി അനുസരിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുകയല്ല. വിശ്വാസികൾക്ക് കൊല, ന്യായപ്രമാണത്തിലാണ് കൊല ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. 10 പേർക്ക് കൊല ചെയ്തെന്ന് ആദ്യമേ പറഞ്ഞു. ഞങ്ങൾ ന്യായപ്രമാണം നിഷേധിക്കാം. നമുക്ക് പറയാം, ന്യായപ്രമാണം പരിപൂർണമായിട്ട് നിരസിക്കുന്നില്ല നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെറിമോണിയൽ ഭാഗം, അതിന്റെ ആചാര ഭാഗമാണ് നമ്മൾ നിരസിച്ചത്. എന്നാൽ ഈ പറഞ്ഞ അതിന്റെ ധാർമ്മിക നിയമങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അതനുസരിക്കും വേണം. ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കി അല്ലാതെ ലോകത്തിൽ ഒരു പീനൽ കോഡ് ഇല്ലെന്ന് അറിയാമോ? ന്യായപ്രമാണം അടിസ്ഥാനമാക്കി മാത്രമാണ് ലോകത്തുള്ള സർവ്വ രാജ്യങ്ങളുടെയും നിയമങ്ങൾ രചിക്കപ്പെട്ടത്. അമേരിക്ക മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള സകല രാജ്യങ്ങളുടെയും നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്നും സ്വീകരിച്ചതാണ്. അമേരിക്ക ആയാലും കൊള്ളാം, പാകിസ്ഥാൻ ആയാലും കൊള്ളാം, ഇന്ത്യ ആയാലും കൊള്ളാം, അവിടെ എല്ലാം അതാണ് അടിസ്ഥാനം. എന്നാൽ തിരസ്കരിക്കുന്നത് അതിന്റെ സെറിമോണിയൽ ലോയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാം. യഹൂദ മതജന്യമായിട്ടുള്ള ആചാരങ്ങളെ തിരസ്കരിക്കുകയാണ് പൗലോസ് കൊലോസി ലേഖനത്തിന്റെ പ്രാഥമിക കർത്തവ്യമായി എടുക്കുകയും താൻ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാണ് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് ആരും വിധിക്കരുത് എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് പെരുന്നാൾ, വാവ്, ശബത്ത് തിരസ്കരിച്ചു. മൂന്നാമത്തത് പരിച്ഛേദനയെ തിരസ്കരിച്ചു. നാലാമത്തത് ന്യായപ്രമാണത്തിന്റെ സെറിമോണിയൽ ഭാഗത്തെ തിരസ്കരിച്ചു. ആചാരാനുഷ്ഠാനങ്ങളെ തിരസ്കരിച്ചു. അതാണ് പെരുന്നാൾ, ശബത്തൊന്നും മുമ്പ് തന്നെ പറഞ്ഞത്. വീണ്ടും പൗലോസ് അത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കാനുള്ള സമയം ആവശ്യമില്ല. ഈ കൊലോസി ലേഖനത്തിന്റെ പ്രാരംഭമായിട്ടുള്ള ഇൻട്രൊഡക്ഷന്റെ പകുതിയായിട്ട് അടുത്ത ആഴ്ചയിൽ കൂടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ശരിക്കുള്ള വേദഭാഗം വായിച്ച് ഒരു 10, 12, 14 ക്ലാസ് കൊണ്ട് തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ട്രാക്ക് പോകുക എന്ന് പറയും. ഇപ്പൊ 1 വർഷം വേണമെങ്കിൽ നീട്ടാം, എനിക്കല്ല ആർക്കും നീട്ടാം. അപ്പൊ ഈ 1 വർഷം നീട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ട്രാക്ക് മുമ്പ് പറഞ്ഞത് ഏതാ, പറയാത്തത് ഏതാണെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ പരമാവധി പഠിക്കുക എന്നുള്ളത് ഒരു 10, 16, മാക്സിമം 20 ആഴ്ച കൊണ്ട് നമുക്ക് ഈ കൊലോസി ലേഖനം തീർക്കണം. 10, 16 ആഴ്ച സഹോദരൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യം. 12 ആഴ്ച എൻ്റെ മനസ്സിലുണ്ട്. കാരണം നമ്മൾ ഈ ട്രാക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ പറയുന്ന ആൾക്ക് നോക്കി കുറിച്ചൊന്നും ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്ന ആൾക്ക് പിന്തുടർന്ന് വരണ്ടേ. അപ്പൊ ആദ്യം കൊലോസി ലേഖനം 1-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കിത് പഠിക്കാം. പിന്നീട് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവസരം ഞാൻ ഇത്രയും ആഴ്ച കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും സമയം കൊണ്ട് അത് തീർത്ത് അത് ഭംഗിയായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ ഉറക്കത്തിൽ എഴുന്നില്ല ഇത് അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, നിങ്ങൾ പഠിച്ചത് കൊണ്ട് അത് അങ്ങനെ ആവണം എന്ന് വിചാരിക്കുകയാണ്. അവസരം തന്ന പ്രിയ സഭയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനിപ്പിക്കുന്നു.